ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. അല്ല ഞാൻ ട്രൂവാലിൽ നിൽക്കുന്നത് എനിക്കറിയാം. അല്ലല്ല തലക്ക് ചെറിയൊരു അടി ഇല്ല 490 കൊടുക്കാം. 16 എന്നാലും 5-ന് മുകളിൽ മാർക്കറ്റിൽ വേണ്ടിയാ. ഓ 490 നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ കേട്ട മാറിയല്ല നിങ്ങൾ പറഞ്ഞത്. ഇല്ല ഇത് നമുക്ക് i10 ഓട്ടോമാറ്റിക് നിയോസ് 2022 മോഡല് മാഗ്ന. ആകെ 13,000 കിലോമീറ്റർ മാത്രം ഓടിയ നല്ല ക്ലീൻ വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ പീസ് വണ്ടി. കിലോമീറ്റർ എത്രയായിരുന്നു? 13,000 ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി ഉണ്ട്. ഓ പുതിയ വണ്ടിക്ക് എത്ര റേറ്റ് വരുന്നുണ്ട്? പുതിയത് റേറ്റ് 8 ഉണ്ടാവോ? 8 സംതിങ് എന്തോ വരുന്നുണ്ട്. 8 സംതിങ് എന്തോ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. IMT ആണോ വരുന്നത്? അല്ലല്ല സ്മാർട്ട് ഓട്ടോ അല്ലേ? വണ്ടിക്ക് എത്ര റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 685 കൊടുക്കാം. 685 2022 വണ്ടി. അതേസമയത്ത് ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ മാക്സിമം ഒരു 90% ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടാവും? ഫുൾ ലോൺ നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. അതിന് മുകളിൽ കിട്ടൂലല്ലോ? ഇല്ല, അതിന് മുകളിൽ കിട്ടൂല. നമസ്കാരം, ഞാൻ ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള നമ്മുടെ കോഴിക്കോട് രാമനാട്ടുകര നിസരി ജംഗ്ഷന് തൊട്ടടുത്തുള്ള ഒരു ഗ്രൗണ്ടിലാണ്. AM മോട്ടോഴ്സിൻ്റെ നിലവിലുള്ള യാർഡാണിത്. ഇത് ജനുവരിയോട് കൂടി പുതിയൊരു ഷോറൂമായിട്ട് മാറുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പുതിയൊരു ഓഫേഴ്സും അതേപോലെ തന്നെ വാറണ്ടി ഉള്ള വണ്ടികൾ, അതേപോലെ തന്നെ മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികൾ ഒക്കെ തന്നെ നമുക്ക് ഒരു ഇൻട്രഡക്ടറി ഓഫർ എന്നുള്ള രീതിയിൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാനുണ്ടാവും. അപ്പോൾ ലൊക്കേഷൻ പിന്നെ മറക്കണ്ട, കോഴിക്കോട് രാമനാട്ടുകര നിസരി ജംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളും പരിചയപ്പെട്ട് കൊടുക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. അരുൺ ബ്രോ, ഫസ്റ്റത്തെ വണ്ടി ഹ്യുണ്ടായിൻ്റെ സാൻഡ്രോ ആണ്. നമുക്ക് 2009 മോഡല്. പഠിക്കുന്നവർക്കൊക്കെ സുഖമായിട്ട് എടുക്കാൻ പറ്റും. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇത് നമുക്ക് 85 രൂപ കൊടുക്കാം. 85 രൂപയ്ക്ക്. റിന്യൂവലൊക്കെ എന്താ വരുന്നത്? റിന്യൂവൽ അടുത്ത കൊല്ലം വരുന്നുള്ളൂ. 2024 1.1 ലിറ്റർ വരുന്ന വണ്ടിയാണ്. 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? വേരിയന്റ് ഏതാ വരുന്നത്? സിംഗ് ആണ്. അപ്പോൾ GLS AC പോർച്ചറും ഫ്രണ്ട് 2 ഡോർ വിൻഡോ എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്. ബ്രോ, വില കൂടുന്നവരും വണ്ടിയുടെ വില കുറയുന്നവരും ഒക്കെ ഒരേമാതിരിയുള്ള ഒരു സാധനമാണ് പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാല് അതുണ്ടാവും. അത് നമുക്ക് വർക്ക് നടക്കണോണ്ടാണ്. നമുക്ക് മാക്സിമം പോളിഷ് ഒക്കെ ചെയ്ത് നല്ല നീറ്റ് ആക്കി കൊടുക്കാൻ പറ്റും. അല്ല, ഒന്ന് കാർ വാഷ് ചെയ്താൽ തന്നെ അത്യാവശ്യം പൊടി, അത്യാവശ്യം ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഹൈവേന്റെ വർക്ക് നടക്കുന്നതിന്റെ പൊടി ഉണ്ടാവും. ഇത് സാൻഡ്രോ എങ്ങനെയാണ്? 2009 മോഡല്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ. 2009 പറയുന്നത് 24 റിന്യൂവൽ വരുന്നത്? 23 തന്നെയാണ്? 24 അടുത്ത വർഷം വരുന്നത്. ഓക്കെ. നമുക്ക് പഠിക്കുന്നവർക്കൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വണ്ടി, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വണ്ടിയാണ്. GLS തന്നെയല്ലേ? അതെ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. ഫീച്ചേഴ്സിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. എല്ലാം വർക്കിംഗ് ആണ്. റേറ്റ് എത്ര വരുന്നത്? ഇത് നമുക്ക് 85 രൂപ കൊടുക്കാം. 85-ന് 2 വണ്ടികൾ ലോ ബഡ്ജറ്റിൽ. അതിൽ എന്തൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്തും കൊടുക്കാൻ വേണ്ടി. വേറെ കംപ്ലൈന്റ് നിലവിൽ ഇപ്പം കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ റണ്ണിങ് കണ്ടീഷൻ ആണ്. ടയറൊക്കെ ഉണ്ട്. ഇപ്പോൾ ലോൺ ചെയ്യുന്ന 2011-ന് മുകളിലേക്ക് ലോൺ കിട്ടൂല. ഓക്കെ. നമുക്ക് 2009 ആയതുകൊണ്ട് 11 മുതലാണ് നമുക്ക് ലോൺ കിട്ടുക. ഇതാ ഇയോൺ ഉണ്ട്. 2014 മോഡൽ ഇയോൺ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എറാ പ്ലസ് ആണ് വണ്ടി വരുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട് വണ്ടി? 87,000 കിലോമീറ്റർ. 87 കിലോമീറ്റർ. നിലവിലുള്ള കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. റണ്ണിങ് കണ്ടീഷനാണ്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. റേറ്റ് എത്രയാണ് വരുന്നത്? ഇത് നമുക്ക് 180 കൊടുക്കാം. 180 കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് മാക്സിമം എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അതേ സമയത്ത് ഇയോൺ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഐ മീൻ റേറ്റ് പറഞ്ഞു, ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? ഇത് മാക്സിമം നമുക്ക് എന്താ ഒരു 90% ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ലോൺ കിട്ടും. ഒരു 20 രൂപ 15 രൂപ കുറച്ച് നമുക്ക് ഇറക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. വേറെ റണ്ണിങ്ങിൽ കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ല. നല്ല വണ്ടി, കൊയിലാണ്ടി രജിസ്ട്രേഷൻ വണ്ടി. അരുണേ, ലോ ബഡ്ജറ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു മിഡിൽ സെഗ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ന്യൂ ഷേപ്പ് വാഗണർ, പുതിയ വാഗണർ 2019 മോഡല്. പേരാമ്പ്ര രജിസ്ട്രേഷൻ വണ്ടി. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് LXI ആണോ VXI ആണ്? ഇത് ചെയ്തതാണ്. VXI-നകത്ത് ആഫ്റ്റർ മാർക്കറ്റ് LOS ചെയ്തിട്ടുള്ള വണ്ടി. സീറ്റ് കവറൊക്കെ നീറ്റ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഓക്കെ. അതേ സമയത്ത് 1 ലിറ്റർ ആണോ? അത് 1.2 ലിറ്റർ? 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ആണ്.
1 ലിറ്റർ 2018 മോഡൽ 19 വാഗണാർ 2024 ഒരു എക്സ്റ്റൻഡ് വാറന്റി ഉണ്ട്. പ്ലസ് നമ്മൾ അവിടുത്തെ 1 ഇയർ വാറന്റിയും കൊടുക്കാം, 3 ഫ്രീ സർവീസും കൊടുക്കാം. പോരെ. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, പിന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ടാവും, സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് ഉണ്ടാവും, 2 എയർ ബാഗ് ഉണ്ടാവും. പിന്നെ അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ വണ്ടി? ഇതിന് ബോണ്ട് മാറിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നല്ല. മാരുതി വാറന്റി കൊടുക്കുന്ന വണ്ടിയാണ്. ഓൾ ഇന്ത്യ എവിടെ നമുക്ക് വാറന്റി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രൂ വാല്യൂവിന്റെ വാറന്റി ഉണ്ടാവും. എക്സ്റ്റൻഡ് വാറന്റി 2024 വരെ എക്സ്റ്റൻഡ് വാറന്റി ഉണ്ട്. അതിന് പുറമെ ട്രൂ വാല്യൂവിന്റെ 1 ഇയർ നമ്മൾ കൊടുക്കും. 25 വരെ ടോട്ടൽ വാറന്റി, 3 സർവീസും കൊടുക്കാം. 2025 വരെ വാറന്റി ഉള്ള വണ്ടി. റേറ്റ് എത്ര വരുന്നത്? 465. 2019 VXI ന്യൂ ടൈപ്പ്. ഓക്കെ, ന്യൂ ഷേപ്പിൽ കുഴപ്പമില്ലാത്ത വിലാതെ പറയാൻ പറ്റുള്ളൂ. കൂടുതലൊക്കെ വേണമെങ്കിൽ ഒരു രീതിയിൽ പറയാം. പുതിയ വണ്ടിക്ക് ഏതാ ഷെയ്ഡിന്റെ അടുത്തല്ലേ റേറ്റ് വരുന്നുണ്ട്? 650, ഇപ്പൊ ഡിസംബർ ആയതുകൊണ്ട് കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. ന്യൂ ഇയറിലേക്ക് വരുന്ന പിന്നെ റേറ്റ് മാറുന്നുണ്ട്. ഇപ്പൊ കൂടാണ്. ന്യൂ ഇയർ കഴിഞ്ഞാൽ എന്തായാലും പുതിയ റേറ്റ് വരും. അതേ സമയത്ത് ഈ ഒരു വണ്ടിക്ക് 465 എന്നുള്ളത് ഫൈനൽ റേറ്റ് അല്ല, ചെറിയ മാറ്റമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. വന്ന് കസ്റ്റമർ നോക്കി മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കിട്ടുന്നുണ്ടോ? ഇത് നമുക്ക് 90% തന്നെ ചെയ്യാം. 4.5 അടുത്ത് ലോൺ കയറും. 4.5 അടുത്ത് ലോൺ കയറും. അതേ സമയത്ത് ഇനി വർക്ക് കാര്യങ്ങളൊന്നും എടുക്കണമെന്നില്ല. ഇല്ല, വാറന്റിയിൽ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ മാറി വെച്ചതാണ്. ഇനി എടുത്ത നേരെ ഓടിച്ചാൽ മാത്രം മതി. ബലീനോ 2016 മോഡൽ ബലീനോ. 2016 സിഗ്മ ഡെൽറ്റ ആരാണ്? ഡെൽറ്റയാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ഓപ്ഷൻ ആണ്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നുണ്ടാവുക? 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ഓട്ടോ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് സീറ്റ് ആർമസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് കവറും ആഫ്റ്റർ മാർക്കറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ബോണ്ട് റീപ്ലേസ് ആണ്. റീപ്ലേസ് ആണ്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. എത്രാമത്തെ ഓണർഷിപ്പ് ആണിത്? സിംഗിൾ ഓണറാണ്. ഡെൽറ്റയിൽ ശരിക്കും അലോയ് വീൽസ് വരുന്നില്ലല്ലോ? ഇല്ല, ഡെൽറ്റയിൽ ഇത് ചെയ്തതാണ്. കമ്പനി അലോയ് ആണ്. അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. 2018 പെട്രോളും ഡീസലും ഉണ്ട്. അതിൽ പെട്രോൾ ആണ്. ഏകദേശം ഒരു 18-20 റേഞ്ചിൽ ബലേനോയ്ക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേ സമയത്ത് നിലവിലുള്ള വണ്ടിയുടെ കണ്ടീഷൻ എന്താ? പക്ക വണ്ടിയാണ്, നീറ്റാണ്. ഒരു 490 റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൽ നിന്ന് ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. പറഞ്ഞത് തെറ്റിയാണോ? അല്ല, ഞാൻ ട്രൂ വാല്യൂല് നിൽക്കുന്നത് എനിക്കറിയാം. അല്ലല്ല, തലക്ക് ചെറിയൊരു അടി ഇട്ടിട്ടുണ്ട്. 490 കൊടുക്കാം. 16. എന്നാലും 5 മുകളിൽ മാർക്കറ്റിലെ വണ്ടിയാ. 490 നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ കേട്ട മാറിയല്ല നിങ്ങൾ പറഞ്ഞത്. ഇല്ല, 490 കൊടുക്കാം. അടുത്ത നമുക്ക് ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് VDI 20 പുറത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. ഡീസൽ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. VDI ഓട്ടോമാറ്റിക് ഡീസൽ. സ്വിഫ്റ്റ് ഡീസലിന് മൈലേജ് ഒക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ടാവും? ഡീസൽ മാനുവൽ ആണ്, നമുക്ക് ഒരു 25 ആ റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. ഓട്ടോമാറ്റിക് ഏകദേശം 20 റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. എഞ്ചിൻ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ഫിയാറ്റിന്റെ സെയിം മൾട്ടിസെറ്റ് എഞ്ചിൻ വരുന്നുണ്ടാവുക. അതേ സമയത്ത് AMT ആണ് വരുന്നത്. AMT ട്രാൻസ്മിഷൻ ആണ്. പവർ ലാഗ് ഉണ്ടാവുമോ? ഇല്ല, ചെറിയ AMTന്റെ ഒരു ചെറിയ ലാഗ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും, AC പവർ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഉണ്ടാവും, ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ ഡിഫോർ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ 2 എയർ ബാഗ് വരുന്നുണ്ടാവും. 2018 മോഡൽ വാറന്റി ഉള്ള വണ്ടിയാണ്. 6 മാസം 1 ഇയർ എത്ര? 6 മന്ത് വാറന്റി കൊടുക്കാം. 6 മന്ത് വാറന്റി. ഫ്രീ സർവീസ് എത്ര ഉണ്ടാവും? 3 ഫ്രീ സർവീസും കൊടുക്കാം. അത് ഓൾറെഡി എക്സ്റ്റൻഡ് വാറന്റി എടുത്ത വണ്ടിയാണ്. ഇപ്പോൾ 2023 കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മളെ 6 മന്ത് വാറന്റി നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ 3 ഫ്രീ സർവീസും കൊടുക്കാം. ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? മാക്സിമം ഒരു 90% ലോൺ കൊടുക്കാം. അതായത് ഏകദേശം ഒരു 7 ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെ ലോൺ കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു 6.5 റേഞ്ചിൽ ലോൺ കിട്ടും. ലോൺ കൊടുക്കാൻ വേണ്ടി ഒരു 50,000 പിടിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇറക്കാൻ പറ്റും. വണ്ടിക്ക് റേറ്റ് എത്ര വരുന്നത്? നമുക്ക് 7 രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക് 2018 സ്വിഫ്റ്റ് VDI. പെട്രോൾ വണ്ടിയിട്ട് റേറ്റ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം പെട്രോൾ വണ്ടി പുതിയ 2023 സ്വിഫ്റ്റ് VSIക്ക് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 780 അടുത്താണ്. പക്ഷേ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഏകദേശം 9 അടുത്ത് വരുന്ന നേരം ഓട്ടോമാറ്റിക് പെട്രോളേ ഉള്ളൂ, ഓട്ടോമാറ്റിക് ഡീസൽ ഇല്ല. അതാണ്. അരുൺ ബ്രോ, അടുത്തത് നമുക്കത് i20 IMT 2020 മോഡൽ ഫാൻസി നമ്പർ 2020 ഫാൻസി നമ്പർ ഉണ്ട്. 1 ലിറ്റർ ടർബോ അല്ലത്? ടർബോ IMT 1 ലിറ്റർ ടർബോ IMT ആണ്. ഈ പൊടിയൊക്കെ നമ്മളെ റോഡ് പണിന്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും അല്ലേ? ഇതാ അവിടെ പാലത്തിന്റെ കാര്യങ്ങളും പണി നടക്കണോണ്ടാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓണർഷിപ്പ് എത്ര? സിംഗിൾ. കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിലവിലുള്ള കണ്ടീഷൻ
ഗുഡ് കണ്ടീഷൻ. കമ്പനി എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടാവും 2025 വരെ. വാറണ്ടി നമ്മൾ മാരുതിയിൽ നമുക്ക് വാറണ്ടി കിട്ടില്ല, അതർ ബ്രാൻഡ് ആയതുകൊണ്ട്. ഓക്കെ, കമ്പനിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും. ഓക്കെ, എന്തായാലും ഫസ്റ്റ് 3 വർഷത്തേക്ക് ഈ വർഷം എന്തായാലും കമ്പനി എന്തായാലും കൊടുക്കുമല്ലോ പുതിയൊരു വണ്ടി ഇറക്കുമ്പോൾ. പുതിയ വണ്ടി ലാസ്റ്റ് റെക്കോർഡ് ചെയ്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10.5 റേറ്റ് ഉണ്ട്. അടുത്താണ് ലാസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൈസ്. റേറ്റ് പറഞ്ഞിട്ടേ ഇല്ല. ഇത് നമുക്ക് 785 കൊടുക്കാം. 785. വേറെ സ്ട്രക്ചറൽ ഡാമേജ് അല്ലെങ്കിൽ ഒന്നുമില്ല, ക്ലീൻ വണ്ടി, പുതിയ ലേറ്റസ്റ്റ് മോഡൽ, ഇപ്പൊ ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്ന മോഡലാണ്. ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന നേരം മൈലേജ് ഒക്കെ എത്ര കിട്ടുന്നുണ്ടാവും? നമുക്കൊരു 15ന്റെ ഉള്ളില്, 15 വരെ കിട്ടുമോ? അതിന്റെ ഉള്ളിൽ കിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് സ്പോർട്സ് ആണ്. ലോൺ കിട്ടുന്നുണ്ടോ? ലോൺ മാക്സിമം 90% നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫീച്ചേഴ്സ് അപ്പം എല്ലാ ഫീച്ചേഴ്സ് സ്പോർട്സ് ആണ്. സ്പോർട്സിന് മുകളിൽ വേറെ ഒരു ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ തൊട്ട് അലോയ് വീൽസും കാര്യങ്ങളും ഓട്ടോമാറ്റിക് റിവേഴ്സ് ഫോൾഡിങ്ങും എല്ലാം വരുന്ന വണ്ടി. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? 90% ലോൺ കൊടുക്കാം. അടുത്തത് നമുക്ക് എത്തിയോസ് ലീവ, എല്ലാരും ചോദിക്കണ വണ്ടി. 6 രജിസ്ട്രേഷൻ വരുന്ന കൊടുവള്ളി ഡ്യുവൽ ടോൺ ഫുൾ ഓപ്ഷൻ വരുന്ന ലിവ. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ ആണ്. ഇത് ഇവിടെ നിർത്തിയിട്ട വണ്ടിയാണോ? ഇത് ഇവിടുന്ന് മഴ പെയ്ത സമയത്ത് ഇവര് കസ്റ്റമർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ സമയത്ത് ചളിയായതാ. ഇവിടെ നമുക്ക് വാഷിങ്ങിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഡെലിവറിക്ക് നല്ല നീറ്റാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല, ജസ്റ്റ് ഇവിടുന്ന് ചളി തെറിച്ചതാണ്. വേറെ വണ്ടി എടുത്തപ്പോളേ. ഓക്കെ, 2018 ആണോ 19 ആണോ? 18 മോഡലാണ്. 18 മോഡലാണ്. ലിവ ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, ബാക്ക് വൈപ്പർ ഉണ്ടാവും, ഡിഫോഗർ ഉണ്ടാവും, ഫോഗ് ലാംപ്സ് ഉണ്ടാവും, OE അലോയ് വീൽസ് ഉണ്ടാവും, സ്പോയിലർ വരുന്നുണ്ടാവും, ഡ്യുവൽ ടോണിലായിരിക്കും. അതാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ലിവ പെട്രോൾ അല്ലേ? ഇത് പെട്രോൾ ആണ്. 1.2 അല്ലേ എഞ്ചിൻ? ഏകദേശം 13-15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. മെയിൻ്റനൻസ് സൈഡിലേക്ക് ഒന്നും നോക്കണ്ട, അത്യാവശ്യം റീസെൽ വാല്യൂ ഉണ്ട്. ഡീസൽ 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണറിലേക്ക് മാറിയിട്ടുണ്ട്. 6 താഴെ ഉണ്ടോ റേറ്റ്? 6 രൂപ. അതിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്യാ, വിഷയമുള്ള കാര്യമല്ല. എന്താ കുറച്ച് തരികയാണെങ്കിൽ കസ്റ്റമർ വന്ന് നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടീഷനൊക്കെ എന്താ? പക്കാ വണ്ടിയാ, ക്ലീൻ വണ്ടി ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ലോൺ എത്ര കിട്ടുന്നുണ്ടോ? ലോൺ നമുക്ക് ഒരു 5.5 റേഞ്ചിലൊക്കെ ലോണും കിട്ടും. 5.5 റേഞ്ചിൽ ലോൺ തന്നെ കിട്ടുന്നുണ്ടാവും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കമ്പനി നമ്മളെ ടൊയോട്ടേന് എന്തെങ്കിലും വാറണ്ടി ഇല്ല? 2023 കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ട്രൂ വാലിനകത്തുള്ള കുറച്ച് സ്റ്റോക്ക് നമ്മൾ പരിചയപ്പെട്ടതിനകത്തുള്ള സ്റ്റോക്ക് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അരുണായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സംസാരമൊക്കെ കുറവായിരുന്നു. മുഖത്ത് പരിക്കുപറ്റിയിട്ടുണ്ട്, കൈക്കും പരിക്കുപറ്റിയിട്ടുണ്ട്, വേറെ എവിടേക്കോ പരിക്കുപറ്റിയിട്ടുണ്ട്. എനിക്ക് കാണാത്തടത്തൊരു പരിക്കുണ്ട്. 16 എണ്ണം ഉണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ നമ്മളിവിടെ റാപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ അബി സൈനിങ് ഓഫ്. അഡിയോസ്.